ഞാൻ ഈ ലോകത്ത് 2 ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗ്രോയിങ് പോപ്പുലേഷൻ 2 ആൾക്കാർ എവിടെ പോയാലും പ്രശ്നക്കാരാണ്. എബ്രോഡ് പോയാൽ അവിടെയും കാണാം. ഒന്ന് മുസ്ലിംസ്, മറ്റേത് ഇന്ത്യക്കാർ. ഈ 2 ആൾക്കാർ കാണിക്കാത്ത പരിപാടീസൊന്നുമില്ല. അത് എബ്രോഡ് താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം. പുറത്ത് താമസിക്കുന്ന UK-ലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡോ കാനഡയിലോ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാം സംഭവം. പക്ഷെ അമേരിക്കയിൽ ഈ പ്രശ്നമില്ല. അമേരിക്കയിൽ പ്രശ്നമില്ല, അവർക്ക് പേടി. അമേരിക്കയിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ പോപ്പുലേഷൻ വളരുക. അപ്പോൾ നാട്ടിൽ കുറേ ഏതോ ഒരു കമനായി എന്ന് പറയുന്നില്ല, കമേനി പുള്ളി മരിച്ചപ്പോൾ എത്ര ആൾക്കാർ അയ്യോ കരഞ്ഞ് വരികയില്ലായിരുന്നു എല്ലാ ആൾക്കാരും. ഇവിടുത്തെ കുറേ കാക്കാമാർ അത് വിടും. പിന്നെ കാക്കച്ചിമാരും ഉണ്ട് കേട്ടോ. വേറെ സംഭവം റീലിലൊക്കെ വന്ന് കണ്ട് ചിരിക്കുക, വൈബ് അടിച്ചിരിക്കുക. ഞാൻ മോശം പറയുന്നില്ല. നമ്മൾ എല്ലാ ആൾക്കാരും വി റെസ്പെക്റ്റ് യുവർ റിലീജിയൻ. മതം നമ്മൾ എല്ലാ ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യും. ക്രിസ്ത്യാനി ആയാലും ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും നമ്മൾ റിലീജിയൻ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഈ തീവ്രവാദം നമ്മൾ അംഗീകരിക്കില്ല, ടോളറേറ്റ് ചെയ്യില്ല. അപ്പോൾ മനസ്സിലാക്കുക, ബുദ്ധി വയ്ക്കുക. ബുദ്ധി നിങ്ങളിപ്പോഴും ആ ഒരു പഴയ ഒരു ചിന്തഗതിയിലാണ്. ഇപ്പോൾ നിങ്ങളത് ആലോചിക്കും. 2 കാര്യങ്ങൾ ചെയ്യും. ഒന്നല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ ഈ രാജ്യത്ത് നിൽക്കുക, നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുക. എന്താ സംഭവം? എന്താ പ്രശ്നം? എന്നാ അടിയുണ്ടോ, വരക്കുണ്ടോ, ഗവൺമെൻറ് നമ്മളെ ഒപ്പോസ് ചെയ്യണോ? അതൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് പോയി നിങ്ങൾ താമസിക്കുക. അത് ഇറാനിലോ പാകിസ്ഥാനിലോ സൗദിയിലോ ഗൾഫിലോ പോയി താമസിക്കുക. ഒരു പ്രശ്നവുമില്ല. അവിടെ പോയി താമസിച്ചാൽ മതി. ചേട്ടാന്ന് പറഞ്ഞ് പോയോ? ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ രാജ്യത്ത് താമസിച്ച് നമുക്കൊരു പ്രശ്നമില്ലാതെ ജീവിക്കണം. നമുക്ക് അത്രയേ ഉള്ളൂ. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ഓക്കെ.